Hi guys, welcome to Tech PSC. So നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്, വിച്ച് ഇസ് പെർസെൻറ്റേജ്. സോ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ്, അരിത്തമെറ്റിക്കിന്റെ കീഴിൽ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് പെർസെൻറ്റേജ് ഇസ് ബേസ് ഫോർ എവറിത്തിങ്, ലൈക്ക് എല്ലാത്തിനും നമുക്ക് ബേസ് ആയിട്ട് എടുക്കേണ്ട പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുമാണ്. നമ്മുടെ ടെക്നിക്കൽ എക്സാമിനും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള PSC എക്സാംസിനും എല്ലാം കൂടുതലായിട്ട് ചോദിച്ചു വരുന്നതും മിനിമം നമുക്കൊരു 4 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് എങ്കിലും കാണുന്ന ഒരു രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അത് മാറിയും തിരിഞ്ഞും ഇരിക്കാം, ബട്ട് എന്നാലും നമുക്ക് എന്താണ് പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ഈ ഒരു ഇത് ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ്. നമ്മൾ ബേസിക് ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പെർസെൻറ്റേജിന്റെ ബേസിക് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ്ലി പെർസെൻറ്റേജ് എന്താണെന്ന് പറഞ്ഞ് നോക്കാം നമുക്ക്. സോ നമുക്ക് പെർസെൻറ്റേജിൽ നമ്മൾ ഇത്രയും നാള് 10 വരെ പഠിച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് വാല്യൂസ് 100 ബേസിലായിട്ട് എഴുതുന്നു. പെർസെൻറ്റേജ് എപ്പോഴും നമ്മൾ 100ന്റെ ബേസിലാണ് ചെയ്യുന്നത്. പെർ 100 എന്നാണ് പെർസെൻറ്റേജിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത്. സോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പെർ 100ലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 100ന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും നമ്മൾ പെർസെൻറ്റേജ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ പറയാണ്, എൻ്റെ കയ്യിൽ ഒരു പൈസ ഉണ്ട്, ഇന്ന് 100 രൂപയാണെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. ഞാനിത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറൊരാൾക്ക് കൊടുക്കുവാണ്. എൻ്റെ കയ്യിലുള്ള 100 രൂപയുടെ 25% മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, അല്ലെ? എൻ്റെ കയ്യിലുള്ള 100 രൂപയുണ്ട്, അതിന്റെ 25% ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 100ന്റെ 25% എത്രയാണ്? 25 തന്നെയാണ്. അതാണ് ഫസ്റ്റ്ലി നമുക്ക് അറിയേണ്ടത്. എപ്പോഴും പെർസെൻറ്റേജ് ബേസ് എടുക്കുമ്പോൾ നമ്മൾ 100ലാണ് പറയുന്നത്. ആൻഡ് 100ന്റെ X പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും X തന്നെ ആയിരിക്കും. ഓക്കെ, 100ന്റെ X പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്താണ്? X തന്നെയായിരിക്കും. 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. 100ന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അങ്ങനെ 100ന്റെ X പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? X ആണ് വരുന്നത്. സോ ആ രീതിയിലാണ് നമ്മൾ പെർസെൻറ്റേജ് നോക്കുന്നത്. ആൻഡ് നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും ബേസിക് പെർസെൻറ്റേജ് എപ്പോഴും 2 മെത്തേഡ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന് 100 ബേസ് ഫോം മെത്തേഡിലും രണ്ടാമത്തത് ഫ്രാക്ഷണൽ മെത്തേഡിലുമാണ്. സോ ആദ്യത്തത് 100 ബേസ് ഫോം മെത്തേഡ് എന്താണെന്ന് നോക്കാം. 100 ബേസ് ഫോം മെത്തേഡിൽ നമുക്കൊരു വാല്യൂ വരുവാണെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ 100 എന്നാണ് ബേസിക്കലി എഴുതുന്നത്. 100ന്റെ 10% which is 10. 100ന്റെ 20% എത്രയാണ്? 20. 100ന്റെ 30% എത്രയാണ്? 30. ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കണ്ടേ? അത് കിട്ടിയെന്ന് നോക്കാനായിട്ട് ഒരു പെർസെൻറ്റേജ് വാല്യൂവിനെ ഫ്രാക്ഷനിലോട്ട് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പെർസെൻറ്റേജ് വാല്യൂവിനെ ഫ്രാക്ഷനിലോട്ട് ആക്കുന്നത്, പെർസെൻറ്റേജ് ഇപ്പം 100% ആണ്. ഇതിന്റെ ഫ്രാക്ഷണൽ വാല്യൂലോട്ട് എങ്ങനെ ആക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 ആണ്. ഈ 100%ലെ ഈ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈ 100 എന്നാണ്, ഡിവൈഡ് ബൈ 100 എന്നാണ്. സോ ഈ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ബൈ 100 എന്നാണ്. സോ 100 ഡിവൈഡഡ് ബൈ 100 എന്നാണ് 100%ന്റെ അർത്ഥം. ഇൻറ്റു 100 അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താകുന്നത്? ഒരു ഫ്രാക്ഷനിലോട്ട് ആകുന്നത്. അപ്പം 100%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് 100%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് ആക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 100 എന്നാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് ആക്കാൻ നമ്മൾ ഡിവൈഡ് ബൈ 100 എന്നും ഫ്രാക്ഷനെ തിരിച്ച് പെർസെൻറ്റേജിലൊക്കെ ആക്കാൻ
ഇൻറ്റു 100 എന്നുമാണ് പറയുന്നത്. നോക്കാം, നമുക്ക് ഫ്രാക്ഷൻ എത്രയാണ്, നമുക്കിപ്പോ 1/2 എന്ന് എഴുതാം അല്ലെ. ഈ 1/2 എനിക്ക് എന്താക്കണം, എനിക്ക് പെർസെന്റേജിലോട്ട് ആക്കണം. സോ 1/2 പെർസെന്റേജിലോട്ടാക്കാൻ 1/2 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു, കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് എത്രയാണ് വരുന്നത്, 50% എന്ന് കിട്ടും അല്ലെ. 50% എന്നാണ് വരുന്നത്. ഓക്കെ, 50% എന്നാണ് നമുക്ക് വരുന്നത്. അപ്പം 1/2 നമുക്ക് പെർസെൻറ്റേജിലോട്ടാക്കാൻ, ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ ഇൻറ്റു 100 എന്നും, ഒരു എന്താണ്, ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ടാക്കാൻ എന്താണ്, ഡിവൈഡ് ബൈ 100 എന്നുമാണ്. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമുക്ക് എന്താണ് വരുന്നത്. സോ ഒന്നുകൂടെ പറയാം, പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ടാക്കാൻ, ഒരു പെർസെൻറ്റേജ് വാല്യൂവിനെ നമുക്ക് ഫ്രാക്ഷനിലോട്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ 100 എന്നും, ആൻഡ് ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ ഇൻറ്റു 100 എന്നുമാണ്. നമുക്കത് നോക്കാം. 25%നെ നമുക്ക് ഫ്രാക്ഷനിലോട്ടാക്കാൻ 25 ഡിവൈഡഡ് ബൈ 100 എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4. ഇനി അതേപോലെ തന്നെ നമുക്ക് 30%, സോറി, ഓക്കെ, നമുക്കപ്പോ എത്ര, 1/5 അല്ലെ. 1/5 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ എനിക്ക് പെർസെൻറ്റേജിലോട്ടാക്കണം. അപ്പൊ 1/5 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ എനിക്ക് പെർസെൻറ്റേജിലോട്ടാക്കാൻ 1/5 ഇൻറ്റു 100 എത്രയാണ് വരുന്നത്, കട്ട് ചെയ്ത് കളയുമ്പം ഇറ്റ് ഇസ് ഈക്വൽ ടു എത്ര, 20% എന്ന്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ടാക്കാനും അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യണം, പെർസെൻറ്റേജിലോട്ടാക്കാനും. ഇനി നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്, അതാണ് ഇവിടെ നമുക്ക് ഒരു ചാർട്ടായിട്ട് തന്നേക്കുന്നത്. അത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ലൈക്ക് നമ്മൾ എപ്പോഴും പെർസെൻറ്റേജ് ഫ്രാക്ഷനോട് ആക്കുന്ന എപ്പോഴും നടക്കത്തില്ല, നമുക്ക് ചെറിയൊരു വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കാൻ പറ്റും. അപ്പൊ അതിൽ നോക്കുന്നതാണ് 1/2. 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വലന്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് 50% ആണ്. ഞാൻ പറഞ്ഞു ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ഔട്ടാക്കാൻ ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പം 1/2 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 50%. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് 1/3 അല്ലെ. 1/3 എന്ന് പറയുന്നത് ഇറ്റ്സ് 33.33% ആണ്. നമുക്കപ്പം കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കാം. ദാറ്റ് ഈസ് 1/3 എന്ന് പറഞ്ഞതിന്റെ പെർസെൻറ്റേജ് ഇക്വലൻസ് എന്ന് പറയുന്നത് 33.33% ആണ്. ഇനി അടുത്തത് 1/4. 1/4 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 25 നമ്മളിപ്പോ കണ്ടു. 1/5 എന്ന് പറയുന്നത് 20% 20% ആണ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് 1/6. 1/6 എന്ന് പറഞ്ഞാൽ 16/2/3 എന്നാണ്, അല്ലെങ്കിൽ 16.66% എന്നാണ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാല്യൂ ആണ് 16.66 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് 1/7. 1/7 എന്ന് പറയുന്നത് 14 എത്രയാണ്, 2.8 എന്നാണ് വരുന്നത്. 14.28 എന്നാണ് എത്ര വരുന്നത്, 1/7 വരുന്നത്. ഇനി അടുത്തത് 1/8. 1/8 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കിയാൽ ഈ 1/4ന്റെ പാതിയാണ് അല്ലെ, പാതി 1/4ന്റെ പാതിയാണ് എത്ര, 1/8. അപ്പം 1/4ന്റെ തന്നെ പാതിയാണ് 1/8 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 1/4ന്റെ പാതി 25ന്റെ പാതി എത്രയാണ്, 12.5. അതല്ലേ ഇവിടെ കിടക്കുന്നത്. സോ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. അത് നോക്കൂ, 1/60. 1/8ന്റെ പാതി അല്ലേ 1/60 എന്ന് പറയുന്നത്. അത് എത്ര ആയിരിക്കും, 12.5ന്റെ പാതി ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 6.25. കണ്ടില്ലേ, അപ്പം അതിന്റെ പാതി എടുത്തേക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ 50% ആണ്. 1/4 എന്ന് പറഞ്ഞാൽ അതിന്റെ പാതി 25% ആണ്. അത് കഴിഞ്ഞിട്ട് എത്ര വരുന്നത്, 1/8 ആണ് വരുന്നത്. 1/8 എന്ന് പറഞ്ഞാൽ 12.5 ആണ്. ദെൻ 1/8 കഴിഞ്ഞിട്ട് 1/16 വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 66.25. ഈ ഒരു രീതിയിൽ വന്നു. ഇനി നമുക്ക്
അടുത്ത നോക്കാം ഏതാണ് 1/3 അല്ലെ. 1/3 എന്ന് പറഞ്ഞാൽ 33.33% ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ 1/6 സോറി 1/6 അല്ല 2/3. അപ്പം 1/3 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് 33.33% ആണ് അല്ലെ. 33.33%. അതിന്റെ പാതിയാണ് 1/6 എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ by 2 കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ പാതി തന്നെയാണ് ഈ 16.66 എന്ന് പറയുന്നത് അല്ലെ. 16.66 അതിന്റെ പാതിയാണ്. അതേപോലെ തന്നെ 1/3 33.33 ആണെങ്കിൽ 2/3 അപ്പൊ എത്ര ആയിരിക്കും? ഈ ഒരു റിലേഷനിൽ ഇതിപ്പം 1/3യുടെ പാതിയാണ് 1/6. അങ്ങനെയാണെങ്കിൽ 1/3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കൂലേ 2/3 എന്ന് പറയുന്നത്, which is equal to 66.66% ആണ് വരുന്നത്. ഇതിനെയും എന്ത് ചെയ്യുന്നു? നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. കുറച്ച് വാല്യൂസ് പഠിച്ചതിന് ശേഷം അത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടും. അല്ലാതെ എല്ലാം കൂടെ നമുക്ക് ഇരുന്ന് എന്ത് ചെയ്യണ്ട, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്ത നോക്കുവാണെങ്കിൽ 1/9 11.11 ആണ് 1/9 വരുന്നത്. അപ്പം 1/9ന്റെ കേസ് എന്താ വരുന്നത് 11.11. അതേപോലെ തന്നെ ഇവിടെ സിമിലർ ആയിട്ടുള്ള വേറൊരെണ്ണം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് 1/11. ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, 1/9 എന്ന് പറയുന്നത് 11.11%, അതുപോലെ തന്നെ 1/11 എന്ന് പറയുന്നത് എത്രയാണ് 9.09% ആണ്. സോ ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കുക. അത് മാറ്റി ഇന്റർചേഞ്ച് ചെയ്തേക്കുന്നതാണെന്ന് വിചാരിച്ച് പഠിക്കുക. 1/9 എന്ന് പറഞ്ഞാൽ 11.11%, 1/11 എന്ന് പറയുന്നത് 9.09% വരുന്നത്. ഓക്കെ, സോ അടുത്ത നോക്കുവാണെങ്കിൽ 1/10 അല്ലെ. 1/10 എന്ന് പറയുന്നത് എത്രയാണ് 10%. 1/10 എന്ന് പറഞ്ഞാൽ 10% അതിന്റെ പാതിയാണ് 1. ഓക്കെ, അടുത്തത് 1/12. 1/12 എന്ന് പറയുന്നത് എത്രയാണ് 8.33. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ 1/6ന്റെ പാതിയല്ലേ 1/12 എന്ന് പറയുന്നത്. 1/6 എത്ര ആയിരുന്നു നമുക്ക് അല്ലെ 16.66 ആയിരുന്നു. അപ്പൊ അതിന്റെ പാതി എടുക്കുമ്പോൾ 8.33 അല്ലേ വരുന്നത്. ആ ഒരു രീതിയിൽ പഠിക്കാം അല്ലെ. 1/6ന്റെ പാതിയാണ് 1/12 എന്ന് പറയുന്നത്. ഇനി അടുത്തത് 1/13. അത് ഇമ്പോർട്ടന്റ് ആണ്. 1/13 7.69% എന്നാണ്. അതൊരു പ്രൈം നമ്പർ ആണ് 13 അല്ലെ. അപ്പൊ പ്രൈം നമ്പർ വെച്ച് വരുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 1/13 എന്ന് പറഞ്ഞാൽ എത്രയാണ് 7.69 അല്ലെങ്കിൽ 7.9/13% എന്നാണ്. ഇനി 1/14 അല്ലെ. അടുത്ത കിടക്കുന്ന ഏതാണ് 1/14. 1/7ന്റെ പാതി അല്ലേ 1/14 എന്ന് പറഞ്ഞാൽ 1/7 ഡിവൈഡഡ് ബൈ 2 അല്ലെ. പാതിയാണ് 1/14 എന്ന് പറഞ്ഞാൽ. അപ്പൊ അതല്ലേ 1/7 ഈ ഡിവൈഡ് ബൈ മാറും അല്ലെ ഇൻറ്റു 1/2 which is equal to 1/14. ഇതല്ലേ വരുന്നത്. അപ്പം 1/7ന്റെ പാതിയാണ് 1/14 എന്ന് പറയുന്നത്. അത് എത്രയാണ് വരുന്നത് 7.14. നോക്കേ 14.28 ആണ് എത്ര 1/7. അപ്പൊ അതിന്റെ പാതിയല്ലേ 7.14 എന്ന് പറയുന്നത്. സോ 7.14 ആണ് എത്ര 1/14. അടുത്തത് 1/15. സോ നമുക്ക് അടുത്ത വരുന്ന ഏതാണ് 1/15. 1/15 എന്ന് പറയുന്നത് 1/30യുടെ പാതി അല്ലെങ്കിൽ 1/15 എന്ന് പറഞ്ഞാൽ 6.66 ആണ് അല്ലെ. 1/15 എന്ന് പറഞ്ഞാൽ 6.66. അടുത്തത് 1/16 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു 1/8ന്റെ പാതി എടുത്താൽ മതി 6.25. 1/17 ഇതും ഒരു പ്രൈം നമ്പറിൽ വരുന്ന കേസാണ്. 1/17 എന്ന് പറഞ്ഞാൽ 5.88% ആണ്. അങ്ങനെ 1/18 is 5.55%, 1/19 is 5.26% and 1/20 is 5%. ഇങ്ങനെ ഓരോരോ വാല്യൂസ് ആയിട്ട് മാറി വരും. സോ നമുക്ക് എപ്പോഴും നോക്കാം, എപ്പോഴും നമ്മൾ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷന്റെ കുറച്ച് വാല്യൂസ് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ ഫ്രാക്ഷന് ഏതൊക്കെ പെർസെൻറ്റേജ് ആണ്, മെയിൻലി ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് 1/4, 1/2 നമുക്ക് എന്തായാലും അറിയായിരിക്കും, 1/6, 1/7, 1/8, then 1/11, 1/9, then 1/12 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, 1/15, 1/13, 1/17 and 1/20.
ഇത്രയും വാല്യൂസ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് കണ്ടാൽ അറിയാം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ ഇതാണ് എന്ത് ഫ്രാക്ഷണൽ ടു പെർസെന്റേജ് കൺവേർഷൻ എന്ന് പറയുന്നത് അല്ലെ, ഫ്രാക്ഷണൽ ടു പെർസെന്റേജ് കൺവേർഷൻ. ഇനി നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോവാം. നമുക്ക് ഓരോന്നിന്റെയും ഫ്രാക്ഷണൽ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. ഇനി പെർസെന്റേജ് ടു ഫ്രാക്ഷണൽ കൺവേർഷൻ ഞാൻ പറഞ്ഞായിരുന്നു, അതില് 25% ഓഫ് ഓക്കെ. സോ ആദ്യത്തത് വാട്ട് ഈസ് ദ 25% ഓഫ് 480? 480ന്റെ 25% എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 480ന്റെ 25% എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പെർസെന്റേജ് വാല്യൂ എപ്പോഴും കാണിക്കുന്നത് ബൈ 100 എന്നാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർസെന്റേജ് വാല്യൂ എപ്പോഴും നമ്മളെ കാണിക്കുന്നത് ബൈ 100 എന്നാണ്, പെർസെന്റേജ്. അപ്പം പെർസെന്റേജ് എപ്പോഴും നമുക്ക് ബൈ 100 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം 480ന്റെ 25% അല്ലേ ചോദിച്ചേക്കുന്നത്, വിച്ച് ഈസ് 25% എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബൈ 100 അല്ലേ, 25/100. നമുക്ക് കട്ട് ചെയ്യാം, 25 100 കൂടെ കട്ട് ചെയ്താൽ നമുക്ക് എത്ര വരുന്നത് 1/4 ആണ്. ഈ 4ഉം ഇതും കൂടെ കട്ട് ചെയ്ത് എത്ര വരുന്നത് 120 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 120 ആണ്. എത്ര 480ന്റെ 25% എന്ന് പറയുന്നത്. ഓക്കെ, 480ന്റെ 25% എന്ന് പറയുന്നത് എത്രയാണ് 120 ആണ്. ഇനി നമുക്ക് ഇതിപ്പോ നമ്മൾ പെർസെന്റേജിലാണ് കണ്ടുപിടിച്ചല്ലേ, 25/100 എന്നൊക്കെ ഇട്ടാണ് ചെയ്തത്. ഇനി ഇത് തന്നെ നമുക്ക് ഫ്രാക്ഷനിൽ ചെയ്തുകൂടെ, അതും കൂടെ നമുക്ക് നോക്കാം. സോ 25% എന്ന് പറഞ്ഞാല് എത്രയാണ് 1/4 എന്നാണ് അല്ലെ, 1/4 എന്നാണ്. അപ്പം 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പം 25% ഓഫ് 480 എന്നാണ് പറഞ്ഞത്. അപ്പം ഡയറക്ട്ലി നമുക്ക് 480ന്റെ 1/4 കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് ആ 25 100 ഒന്നും എഴുതണ്ടല്ലോ. 25% എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ 1/4 ആണെന്ന്. അപ്പം 480 into 1/4 which is equal to 120. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ബേസ് 100 ആയിട്ട് എടുത്തും ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ മെത്തേഡും ചെയ്യാം. ഈ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് റേഷ്യോ മെത്തേഡ്. ഈ മെത്തേഡാണ് റേഷ്യോ മെത്തേഡ്. ഇത് എപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം എന്ന് ചോദിച്ചാൽ, നമ്മളോട് ഇപ്പൊ ചോദിക്കുവാണ് ഫൈൻഡ് 33.33% ഓഫ് 120. ഓക്കെ, ഫൈൻഡ് 33.33% ഓഫ് 120 എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് 33.33 എന്ന് പറഞ്ഞാൽ 33.33%. അത് നമ്മൾ എഴുതുന്നത് 33.33%നെ ബൈ 100 into 120. ഇത് കുറച്ച് പാടാണ്. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കിത് ഇച്ചിരി പാടായിട്ട് തോന്നും, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ റേഷ്യോ മെത്തേഡിന്റെ ആപ്ലിക്കേഷൻ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും 33.33% എത്ര ആണ്, ഇറ്റ് ഈസ് 1/3 ആണ്. നമ്മൾ കഴിഞ്ഞ ടേബിളില് 33.33% എന്ന് പറഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞല്ലേ. അപ്പം 33.33% എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 1/3 എന്ന് എഴുതാം. സോ 1/3 ഓഫ് 120 കണ്ടുപിടിച്ചാൽ പോരെ, ഡയറക്ട്ലി കണ്ടുപിടിക്കാമല്ലോ. ഈക്വൽ ടു എത്ര ആണ് 40 എന്ന് 40 ആണ് വാല്യൂ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 33.33% 1/3 ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് 1/3 into 120 ഇട്ടാൽ മതി, അല്ലെങ്കിൽ 120ന്റെ 1/3 കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് 3/8 as പെർസെന്റേജ്. 3/8നെ നമ്മൾ പെർസെന്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ്. 3/8നെ പെർസെന്റേജ് ആക്കണം. ഒരു ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഒരു ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കാൻ into 100 എന്നാണ് അല്ലെ. 3/8 into 100. പക്ഷെ എനിക്ക് ഇപ്പം 3/8 300 divided by 8 കുറച്ച് നേരമൊക്കെ എടുക്കും.
അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ഇതില് ഓക്കെ കഴിഞ്ഞതില് 1/8 വാല്യൂ എത്രയാണ് ഞാൻ കിടക്കുന്നത് 12.5 അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു രീതിയിൽ തന്നെ 1/8 വാല്യൂ 12.5 ആണ് നമുക്കറിയാം. അപ്പോ 1/8 വാല്യൂ 12.5 ആണെങ്കിൽ 3/8 വാല്യൂ എത്ര ആയിരിക്കും 12.5 into 3 ചെയ്താൽ പോരെ. ഇറ്റ്സ് ഈക്വൽ ടു 37.5%. നമുക്ക് 3/8 അറിയത്തില്ല, ഫ്രാക്ഷണൽ വാല്യൂ അറിയില്ല, നമ്മൾ സാധാരണ രീതിയിൽ 3/8 into 100 എന്ന് ചെയ്യണം. പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഓൾറെഡി 1/8 വാല്യൂ അറിയാം അല്ലെ. അല്ല 1/8 അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് 1/4 അറിയില്ലേ. 1/4 എത്രയാണ് 25% അല്ലെ. 25%. 1/4 1/8 എത്താൻ by 2 ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതും എന്ത് ചെയ്യാ, ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും 12.5. ഓക്കെ, അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം 3/8 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 3/8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 37.5% എന്നാണ്. ഓൾറൈറ്റ്. ഇനി അടുത്തത് വാട്ട് പെർസെന്റേജ് ഓഫ് 300 ഈസ് 75. 75 300ന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് 75 എത്രേന്റെയാണ് 300ന്റെ എത്ര ശതമാനമാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 75 എത്രേന്റെയാണ് 300ന്റെ എത്ര ശതമാനം. ഈ ഒരു രീതിയിലല്ലേ പെർസെന്റേജിലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എപ്പോഴും into 100 ആയിരിക്കും. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേന് 25% എന്ന് കിട്ടും. കാരണം 3 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ് 25 എന്നല്ലേ. അപ്പൊ 300ന്റെ 25% എത്രയെന്ന് പറയുന്നത് 75 എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ ഇനി നമുക്ക് കുറച്ചിത് പഠിക്കാം. A is what percentage of B? നമുക്കിപ്പോ 20 എടുക്കാം. 20 is what percentage of 50 ആണിത്. അടുത്തത് 20 is what percentage less than 50. അടുത്തത് 50 is what percentage more than 20. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് വന്നു വെച്ചോ. ഇതിലെല്ലാം ഒരേ വാല്യൂസ് തന്നെയാണ്. അപ്പൊ 20 is what percentage of 50 എന്ന് വന്നു. 20 is what percentage less than 50 എന്ന് വന്നു. And 50 is what percentage more than 20 എന്ന്. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് വരികയാണ്. ഒരേ വാല്യൂസ് ഒക്കെയാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഡിനോമിനേറ്ററിൽ എന്ത് ഇടണം ന്യൂമറേറ്ററിൽ എന്ത് ഇടണം എന്നൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 20 is what percentage of 50 എന്നാണെങ്കിൽ 20 50ന്റെ എത്ര ശതമാനം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോ ഓഫ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എപ്പോഴും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് അല്ലെങ്കിൽ ദാൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എപ്പോഴും. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് അല്ലെങ്കിൽ ദാൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിനോമിനേറ്ററിൽ എപ്പോഴും ഓഫ് അല്ലെങ്കിൽ ദാൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം 20 is what percentage of 50 എന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ് ഡിനോമിനേറ്ററിലായിരിക്കും. അപ്പൊ 20 50ന്റെ എത്ര ശതമാനം എന്നാണ്. അപ്പൊ 20 divided by 50 into 100 എന്നാണ്. കാരണം പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എപ്പോഴും into 100 ചെയ്യണം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 40% എന്നാണ് വരുന്നത്. 40%. 50ന്റെ 40% എത്ര വരുന്നത് 20 എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ എത്രയാണ് 20 is what percentage less than 50. 50നേക്കാൾ എത്ര കുറവാന്നല്ലേ ചോദിച്ചേക്കുന്നത്. 20 is what percentage less than 50.
ദാൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് എപ്പോഴും ഡിനോമിനേറ്ററിൽ. അപ്പൊ 50 ഞാൻ എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിൽ. മണ്ടേയിൽ എന്താണ് എഴുതേണ്ടത്? 20 ഈസ് വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ 50 എന്നാണ്. എത്ര കുറവെന്നാണ് അല്ലെ. എത്ര കുറവ് അല്ലെങ്കിൽ എത്ര കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ് 50 മൈനസ് 20 ആയിരിക്കണം ന്യൂമറേറ്ററിൽ വരുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ 50 മൈനസ് 20 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 എത്രയാണ് വരുന്നത്? 60% വരും അല്ലെ. 60% കിട്ടും. ഇനി അടുത്ത വരുമ്പം 50 ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ 20 അല്ലെ. എത്ര ശതമാനം കൂടുതലാണ്? ഞാൻ പറഞ്ഞു ദാൻ അല്ലെങ്കിൽ ഓഫ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും എവിടാണ്? ഡിനോമിനേറ്ററിലാണെന്ന് പറഞ്ഞു. സോ ഡിനോമിനേറ്ററിലെ വാല്യൂ ആണ് എത്ര? 20 എന്ന് പറയുന്നത്. അപ്പൊ 50 ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ 20 എന്നാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 50ന്റെയും 20ന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എത്ര? 50ന്റെയും 20ന്റെയും ഡിഫറൻസ് ഈസ് 30 തന്നെയാണ് അല്ലെ. അപ്പൊ 30 ബൈ 20 ഇൻറ്റു 100 കട്ട് ചെയ്ത് കളയുമ്പോ എനിക്ക് 5 വരും. വിച്ച് ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 150%. 150% വരും അല്ലെ. 150% എന്നാണ് കിട്ടുന്നത്. അപ്പൊ നോക്കി, മൂന്നും ഓൾമോസ്റ്റ് ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. മൂന്നും ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ, പക്ഷെ നോക്കി ശതമാനങ്ങൾ വ്യത്യാസപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ എന്ത് ചെയ്യാം? ഇതെല്ലാം ഒരുമിച്ച് കാണും. ഇതെല്ലാം ബേസിക് ആണ്, ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. ബേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത് തോന്നുന്നത്. വളരെ എളുപ്പമുള്ളതാണ്. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സോ ആ രീതിയിലാണ് ഇത് പോയേക്കുന്നത്. സോ ഈ മെത്തേഡ്സ് നോക്കുക. സാധാ മെത്തേഡിലുള്ള എന്താണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള. സോ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം.